ഒരു ശിശുവിൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. കരിയർ ഗുരു അവതരിപ്പിക്കുന്ന ജിംസ് കരിയർ പൾസിലേക്ക് സ്വാഗതം. നമുക്ക് സ്വാഗതം ചെയ്യാം കരിയർ ഗൈഡൻസ് രംഗത്തെ എക്സ്പേർട്ട് കരിയർ ഗുരു ശ്രീ ജലീൽ MS-നെ. നമസ്കാരം സർ. ക്രിയേറ്റിവിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ രണ്ട് മേഖലകളാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും. അപ്പം ഈ രണ്ട് മേഖലകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കാര്യമായിട്ട് ഈ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും ഒക്കെ പറയുന്നത് പ്രത്യേകിച്ച് കോസ്റ്റ്യൂംസിൽ ഷോർട്ട് ടൈം കോഴ്സുകളാണെങ്കിൽ കൂടുതൽ കോസ്റ്റ്യൂംസിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ചില കോഴ്സുകളിൽ അഡീഷണൽ ആയിട്ട് ജ്വല്ലറി ഡിസൈനിങ് ഒക്കെ ആക്സറി ഒക്കെ പോലുള്ള വേറെ തന്നെ സെപ്പറേറ്റ് ചെയ്യും. ഈ ഷോർട്ട് ടൈം കോഴ്സുകളിൽ ഫാഷൻ ആൻഡ് കോസ്റ്റ്യൂം ഡിസൈനിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോസ്റ്റ്യൂംസ് പാറ്റേൺ ഡിസൈനിങ്ങിലായിരിക്കും. അപ്പോൾ പാറ്റേൺ ഡിസൈനിങ്ങിൽ ആളുകളുടെ പ്രകൃതത്തിനനുസരിച്ച് ദെൻ അവരുടെ ഒരു കളർ, ദെൻ അതുപോലെ തന്നെ അവരുടെ ഒരു ബോഡി സ്റ്റൈലും ഷേപ്പും ലാംഗ്വേജൊക്കെ അനുസരിച്ചുള്ളൊരു കണ്ടെത്തി ചെയ്യാന്ന് പറയുന്നത് ഒരു തികച്ചും ക്രിയേറ്റിവിറ്റി വേണ്ട ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് ഡിസൈനർ ഡ്രസ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വർക്കുകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച്. ദെൻ രണ്ടാമത്തത് ഇൻറ്റീരിയർ ഡിസൈനിങ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡിസൈനിങ് പാർട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻറ്റീരിയർ കുറച്ചുകൂടി ക്രിയേറ്റീവാണ്. കാരണം ഓരോ ആളുകൾക്കും അനുസരിച്ച് ചില ആളുകൾ റീഡിങ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അയാളുടെ ഒരു ബെഡ്റൂമോ സിറ്റിങ്ങോ ദെൻ അതുപോലെ തന്നെ ഈവൻ കിച്ചൺ പോലും അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ ഓരോ ആളുകളുടെയും സ്റ്റൈലും പേഴ്സണാലിറ്റി ടൈപ്സും ട്രെയ്റ്റ്സും ഇൻട്രസ്റ്റുകളും ആപ്റ്റിറ്റ്യൂഡും അനുസരിച്ച് തന്നെ ശരിക്കും പലതും ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ ആളെ കണ്ടെത്തി ആർക്കാണോ ഇത് വേണ്ടത് അവരുടെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും കണ്ടറിഞ്ഞ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഒരു നല്ല ഇൻറ്റീരിയർ ഡിസൈനർ. അപ്പം എന്തൊക്കെ കോഴ്സുകളാണ് ഇപ്പം ഇന്ത്യയിൽ ഈ രണ്ട് മേഖലകളിലും എടുത്തു പറയത്തക്കുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്? ഒരുപാട് കോഴ്സുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ഡിസൈനിങ് ആണെന്ന് വിചാരിക്കും. ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ കുറച്ചുകൂടി നല്ലത് ബാച്ചലർ ഓഫ് ഡിസൈനിങ് ആണ്. ബാച്ചലർ ഓഫ് ഡിസൈനിങ് എന്ന് പറയുന്നത് NID ഒക്കെ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതുപോലെ തന്നെ UCയുടെ എക്സാം വഴി മുംബൈ IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ കൊടുക്കുന്ന ബാച്ചലർ ഓഫ് ഡിസൈനിങ്ങിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനിൽ ഇൻറ്റീരിയർ ഡിസൈനിങ് വരുന്നുണ്ട്. ദെൻ മാസ്റ്റർ ഡിസൈനിങ് ഉണ്ട്. ഇപ്പോൾ ഒരാൾ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സുകൾ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളോ ഫൈൻ ആർട്സോ പോലുള്ള കോഴ്സുകൾ കഴിഞ്ഞാൽ പോലും ഈ മാസ്റ്റർ ഡിസൈനിങ് കോഴ്സുകളിലേക്ക് വരാം. അപ്പോൾ അവർക്ക് മാസ്റ്റർ ഡിസൈനിങ്ങിൻ്റെ സ്പെഷ്യലൈസേഷനിൽ ഒരെണ്ണം ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ്. നാഷണൽ ലെവലിൽ അറിയപ്പെടുന്ന ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് ഇത്തരം കോഴ്സുകൾ ചെയ്യാം. മറ്റൊന്ന് ഗ്രാജുവേറ്റ് കോഴ്സുകളാണ്. BSc കോഴ്സുകളുണ്ട്. BSc കോഴ്സുകളും നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് ചെയ്യാം. ദെൻ ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സുകളുണ്ട്. ഒരർത്ഥത്തിൽ ജോബ് ഓറിയൻറ്റേഷൻ ഡിസൈനിങ്ങിൽ ഈ പറഞ്ഞ ഡിസൈനിങ് പാറ്റേണിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഷോർട്ട് ടൈം കോഴ്സുകൾ കുറേ കൂടി ഉപകരിക്കും. ഒരുപാട് കാലം അത് പഠിക്കണമെന്നില്ല. പക്ഷേ വളരെ പ്രൊഫഷണലായിട്ടൊരു ഇൻഡസ്ട്രി ലിങ്കൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹയർ ലെവൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാജുവേറ്റ് കോഴ്സുകളോ മാസ്റ്റർ കോഴ്സുകളോ വേണമെങ്കിൽ ചെയ്യാം. പലപ്പോഴും വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ഷോർട്ട് ടൈം കോഴ്സുകളോടൊപ്പം തന്നെ ഗ്രാജുവേറ്റ് കോഴ്സുകൾ ഡിസ്റ്റൻസിലൊക്കെ ചെയ്ത് കോഴ്സിനെ നന്നാക്കാറുണ്ട്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഈവൻ പത്മഭൂഷൺ അവാർഡൊക്കെ വാങ്ങിയ ആളുകൾ, സുനിത കോഹ്ലിയൊക്കെ പോലുള്ള ഇൻറ്റീരിയർ ഡിസൈനർമാർ ബേസിക്കലി ഷോർട്ട് ടൈം കോഴ്സുകളിൽ നിന്ന് വളർന്നു വന്ന ആളുകളാണ്. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലുള്ളൊരു ധാരണ മാസ്റ്റർ ഡിഗ്രി കോഴ്സുകളും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളും കഴിഞ്ഞ ആളുകൾക്ക് മാത്രമേ ഈ മേഖലയിൽ തിളങ്ങാൻ പറ്റൂ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ട്. പക്ഷേ അതിന് ഈ ഒരു ഷോർട്ട് ടൈം കോഴ്സ് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞതിന് ശേഷമാണ് സുനിത കോഹ്ലി ഈ മേഖലയിൽ ഒരു വലിയൊരു മാസ്റ്ററായി മാറിയത്. ഷോർട്ട് ടൈം കോഴ്സാണ് അവർ ചെയ്തത്. അപ്പോൾ ഒരാളുടെ പ്രതിഭക്കനുസരിച്ചും നമ്മളതിന് പറഞ്ഞ ഒരു കഠിന പരിശ്രമവും ഉണ്ടെങ്കിൽ ഈ മേഖലകളിലൊക്കെ നന്നായിട്ട് ഉയരാൻ കഴിയും. സാർ ഇപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സസും ഫാഷൻ ഡിസൈനിങ് കോഴ്സസിനെ കുറിച്ചൊരു വളരെ ബ്രോഡ് പിക്ചർ തന്നു. അപ്പം ഈ ഒരു മേഖലയിൽ വളരെ നല്ല കോഴ്സുകൾ ഓഫർ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് DreamZone സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസ്. അപ്പം നമുക്ക് അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാക്കാം. ഒരു തലമുറയെ മുഴുവൻ പുതിയൊരു സൗന്ദര്യബോധത്തിലേക്ക് എത്തിക്കുന്ന കലാകാരന്മാർ ഇന്നത്തെ ലോകത്തെ അവശ്യ ഘടകങ്ങളിൽ ഒന്നാണ്. അങ്ങനെയുള്ള മികച്ച ഡിസൈനർമാരെ വാർത്തെടുക്കുന്ന പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് DreamZone സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസ്. DreamZone കാലിക്കറ്റിൽ ആക്ച്വലി നമ്മളെ മലബാർ മേഖലയിൽ കൂടുതൽ ആളുകളും ഫോക്കസ് ചെയ്യുന്നത് ഗൾഫ് ജോബിലേക്കാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം സ്റ്റുഡൻസിനെയും പ്രൊഫഷണലുകളാക്കിയിട്ട് പുറത്തോട്ട് ഇറക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ മേഖലയിൽ നിന്നുള്ള അംഗീകാരങ്ങളും ഉണ്ട്.
അതായത് IIID, അതുപോലെ തന്നെ NSDC, സ്കിൽ ഇന്ത്യ, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഡിസൈൻ കൗൺസിലിലെ മെമ്പറാണ് നമ്മൾ, ISO സർട്ടിഫൈഡ് ആണ്. 2005 കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ച ഡ്രീംസോൺ കാഡ് സെന്റർ പ്രസ്ഥാനത്തിന്റെ ഒരു ഡിവിഷനായാണ് രൂപം കൊള്ളുന്നത്. വസ്ത്ര ഡിസൈൻ രംഗത്ത് അഭിരുചിയുള്ളവർക്ക് മികച്ച ഒരു ഫാഷൻ ഡിസൈനറാകാൻ ഡ്രീംസോണിന്റെ കോഴ്സുകളിലൂടെ സാധിക്കുന്നു. നവീന ശൈലിയിലുള്ള സിലബസിലൂടെ പ്രൊഫഷണൽ ടീച്ചർമാരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. നമ്മൾ ഇന്ന് ഫാഷൻ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മളെ മൈൻഡിലേക്ക് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക, അതേപോലെ തന്നെ സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. പിന്നെ ഫാഷൻ TV-യിൽ വരുന്ന പോലത്തെ ഒരു കോൺസെപ്റ്റാണ് പലർക്കും മൈൻഡിലുള്ളത്. പക്ഷേ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ഫാഷൻ ഡിസൈനിങ് എന്നുള്ളൊരു ഫീൽഡ് വെച്ച് നീട്ടിയിരിക്കുന്നത്. നമുക്കിപ്പോൾ മാർക്കറ്റിങ്ങിലാണെങ്കിലും, അതുപോലെ തന്നെ ഇപ്പോൾ വലിയ വലിയ ഫാക്ടറീസ്, അതേപോലെ തന്നെ വലിയ വലിയ ബ്രാൻഡഡ് കമ്പനീസിലൊക്കെ ആണെങ്കിലും നമുക്ക് ഫാഷൻ ഡിസൈനിങ് ഫീൽഡിൽ പഠിച്ചവർക്ക് നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഷോർട്ട് ടേം കോഴ്സുകളിലൂടെ സമഗ്രമായ പ്രാക്ടിക്കലോടുകൂടിയ വിദ്യാഭ്യാസം ഡ്രീംസോണിന്റെ സവിശേഷതയാണ്. വിദ്യാർത്ഥിയുടെ അഭിരുചിക്കനുസരിച്ച് മാസ്റ്റർ ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സ്, സ്പെഷ്യൽ കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, പ്രൊഫഷണൽ കോഴ്സ് എന്നീ പല ഘട്ടങ്ങളിലുള്ള കോഴ്സുകൾ നൽകുന്നു. ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്രയും നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് ഇവിടെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സുകളാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇത്രയും വിശാലമായ ക്ലാസ് റൂം, എല്ലാ സൗകര്യങ്ങളും തന്നെ ഞങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. പിന്നെ ഞങ്ങൾ എല്ലാം കൊണ്ടും തന്നെ ഞങ്ങൾ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. വീടിന്റെ പുറത്തെ മോടിക്കൊപ്പം അകത്തെ ഭംഗി കൂടി ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. താമസക്കാരുടെ താല്പര്യത്തിനനുസരിച്ച് വൈവിധ്യമാർന്ന ഡിസൈൻ സൃഷ്ടിക്കുന്ന ഇന്റീരിയർ ഡിസൈനർമാർക്ക് എപ്പോഴും ഡിമാൻഡുണ്ട്. ഡ്രീംസോണിന്റെ ഇന്റീരിയർ ഡിസൈൻ കോഴ്സുകൾ വിദ്യാർത്ഥികളെ ഇൻഡസ്ട്രി കോമ്പിറ്റന്റ് ആയ തലത്തിലേക്ക് വളരാൻ സഹായിക്കുന്നു. ഞാനിപ്പോൾ സൗദി വർക്ക് ചെയ്യാണ്, ഇങ്ങനെ ഇന്ത്യയിൽ ഡിസൈനറായിട്ട്. ഓൾമോസ്റ്റ് ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ അടുത്തായി. കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്. ഞാനിപ്പോൾ +2 കഴിഞ്ഞാണ്. പിന്നെ എല്ലാവർക്കും ഈ മേഖലയിൽ ആർക്കും വേണമെങ്കിലും വന്ന് നമുക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ആവാനും നല്ലൊരു സാലറിയിൽ എത്താനും ഉള്ളൊരു ചാൻസ് ഉള്ളൊരു മേഖലയാണ്. കോഴിക്കോട് ഡ്രീംസോൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസിലെ പ്രധാന കോഴ്സുകൾ: ഡ്രീംസോൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസിന്റെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. കരിയർ ഗുരു അവതരിപ്പിക്കുന്ന ജിംസ് കരിയർ പൾസിൽ ഇനിയൊരു ഇടവേള.